അല്ല ഇങ്ങനെങ്കിലും എനിക്കൊരു പ്രപ്പോസൽ വന്നാലോ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നമ്മൾ അടിയാണ്. എന്നെ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ ഇവർക്ക് ഭയങ്കര കഴിവാണ്. എത്ര അടി ഉണ്ടാക്കിയാലും എന്താ ലാസ്റ്റ് ഇതുപോലെ ഇരിക്കും. യുവ മനസ്കർ കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ മതിയോ? അപ്പൊ ഇനി ഇത് കണ്ടിട്ട് അതിൽ പെണ്ണുള്ളു വരും. അടച്ചോനെ ആ സങ്കടമുണ്ട്. നല്ല അറിയണ്ട്, പ്രത്യേകിച്ച് അസ്ലമിന്. കൊറേ നാളത്തിന് ശേഷം കാണുന്നതിന് സന്തോഷം ഒരിക്കലും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ ഫുഡാണല്ലോ മെയിൻ. നമ്മൾ മസാല ഷവായ്, ചിക്കൻ ടിക്കാൻ, ബാർബിക്യൂ, അൽഫാമാണ് ഓർഡർ ചെയ്തത്. കഥകൾ ഒരുപാട് പറയാനുള്ളതുകൊണ്ട് പറഞ്ഞാലും തീരുവില്ലായിരുന്നു. നമ്മളെ വാല്യൂ ചെയ്യുന്ന 1-2 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവരെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അഭിനയിക്കൂ, അങ്ങനെ അഭിനയിക്കൂ. ഇതെന്തത്? ഞാൻ പോണടുത്തൊക്കെ ക്യാമറ അച്ചാറിന്റെ ടേസ്റ്റ് ഉണ്ട്. അൽഫാം എന്തായാലും ബാർബിക്കോ നല്ല ചൂടാടോ. ചൂടാ കിട്ടണ്ടത്. വായക്കൊ ഒരു കഷ്ണൊക്കെ തരുമോ? പോയി നല്ല ചൂടുണ്ടായിരുന്നു. അത് കഷ്ടപ്പെട്ടാണ് എടുത്തത്. ഞാൻ ഒതുങ്ങാൻ നിങ്ങൾ കാണുന്നില്ലേ? നീ മറ്റേ ഇതായിട്ടിട്ടാ മതി. പാളിപ്പോയറിയില്ലെന്നും പറഞ്ഞു. അതല്ല, ഞാൻ എന്തിനാ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന വോയിസ് ഓവർ എടുക്കണ്ട്, എക്സ്പ്രഷൻ അനുസരിച്ച് വോയിസ് ഓവർ എടുക്കണ്ട്. ശരി, ഇവന് നാടകട ഇങ്ങനെയൊക്കെ ഇരിക്കണം. നാണം ചിരിച്ചു ഒരു വഴിക്കായി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നേ. എനിക്ക് ഇവരെ ആകെ ട്രോളാൻ പറ്റിയ കല്യാണത്തിന്റെ കേസ് പറഞ്ഞിട്ടാ. രണ്ടും മനുഷ്യന്മാരായിരുന്നു. പിള്ളേരാ മുതുക്ക് വല്യാപ്പമാര്. പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോയത്. ഇത് എടപ്പള്ളി ചങ്ങമ്പുഴ നഗറിലാണ്. ഈ സാഫ്രൺ ഒരുമിച്ച് മറ്റേ കമ്മറ്റിക്കാരെ വിളിക്കും. അതാണ് ആ പയ്യ ചെയ്ത് ഇന്നൊന്നും ഇടാൻ പറ്റില്ല. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സെറ്റാക്കണം. കോളേജില് പഠിക്കുന്ന സമയത്ത് പെണ്ണ് സെറ്റാക്കണം. പെണ്ണ് സെറ്റാവുന്ന സെറ്റാക്കണോർന്ന്. ഇനി പ്രേമിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കോളേജിൽ ഇറങ്ങണ ബാച്ചുകളില്ലേ, അവർക്ക് ഓൾറെഡി കമ്മിറ്റഡ് ആണ്. പിന്നെ അത് പെണ്ണിട്ടില്ല. നമ്മുടെ കൂടെ പഠിച്ചവരാണെങ്കിൽ കെട്ടിപ്പോയി. നമ്മുടെ ജൂനിയേഴ്സ് ആണെങ്കിലും ഓൾറെഡി കമ്മിറ്റഡ് ആണ്. ചെക്കന്റെ സങ്കടം അതാ, പെണ്ണില്ല എന്നുള്ളത്. എന്താ ചെയ്യാ, നല്ല പെൺകുട്ടികളൊക്കെ ഇപ്പൊ കിട്ടണ്ടേ. വാലന്റൈൻ അല്ലാത്തൊരു ഒരു ആളെനിക്ക് ഗിഫ്റ്റ് തന്നിരിക്കുന്നു. വാലന്റൈൻ കരഞ്ഞു കാണിക്കോ? ഇതേ ആട് എന്തായാലും